വൈ ലഡാക്ക് ഈസ് ഡേഞ്ചറസ്. ഒരുപാട് ആൾക്കാരുടെ ചിന്തയിൽ എപ്പോഴും ലഡാക്ക് എന്ന് പറയുമ്പോൾ ഒരുപാട് ആൾക്കാരുടെ ചിന്തയിൽ വരുന്ന മറ്റൊരു കാര്യമാണ് AMS, ആൾട്ടിറ്റ്യൂഡ് മൗണ്ടെയിൻ സിക്നസ്. അത് ഒരുപാട് പേർക്ക് അറിയാം, കുറച്ച് പേർക്ക് ഇതിനെ പറ്റിയിട്ടുള്ള ചെറിയ നോളജ് ഉള്ളൂ, കുറച്ച് പേർക്ക് തീരെ അറിയില്ല. സോ എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ഒരു കംപ്ലീറ്റ് ആൻസർ ആണ് ഈ വീഡിയോ. മൗണ്ടെയിൻ സിക്നസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സമുദ്രനിരപ്പിൽ നിന്നും നമ്മൾ മുകളിലോട്ട് സഞ്ചരിക്കുന്നതോറും ഏകദേശം 18,000 മുതൽ 19,000 അടി വരെ ഉയരമാണ് ഈ കർദുംഗല ടു ഉംലിംഗ്ല റീജിയനിൽ നമ്മൾ ട്രാവൽ ചെയ്യാൻ പോകുന്നത്. സോ ആ ഏരിയ, ഈ അളവ് എങ്ങനെ വരുന്നത് വെച്ചാൽ സമുദ്രനിരപ്പിൽ നിന്നാണ്. ഏകദേശം നമ്മൾ നിരപ്പിൽ കേരളത്തിൽ നിന്നുകൊണ്ട് നമ്മൾ ആകാശത്തോട് നോക്കുകയാണെങ്കിൽ 5 കിലോമീറ്ററോളം ഉയരം, സിമ്പിൾ കാൽക്കുലേഷൻ, 5 കിലോമീറ്ററോളം നമ്മൾ ആകാശത്തോട്ടുള്ള ഉയരം, അത്രയും ഉയരത്തിലേക്കാണ് നമ്മൾ മോട്ടോർ സൈക്കിൾ ഓടിച്ച് പോകാൻ പോകുന്നത്. സോ അവിടെ തീർച്ചയായിട്ടും കുറേ അപകടങ്ങളുണ്ട്. അതിൽ ഒന്നാണ് ഓക്സിജൻ്റെ ലെവൽ കുറയുക എന്ന് പറയുന്നത്. നമ്മൾ ശ്വസിക്കുന്ന എയർ പൂർണ്ണമായും ഓക്സിജൻ അല്ല, അത് 100% ഓക്സിജൻ അല്ല. 20%, 20 to 21% ഓക്സിജൻ ആണ് നമ്മുടെ അറ്റ്മോസ്ഫിയറിക് എയറിലുള്ളത്, വായുവിലുള്ളത്. ആ ഓക്സിജൻ്റെ ലെവല് നമ്മൾ ആൾട്ടിറ്റ്യൂഡ് കൂടുന്നതിനനുസരിച്ച്, ഹൈ ആൾട്ടിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഏകദേശം ഒരു 1500 മീറ്റർ അല്ലാന്നുണ്ടെങ്കിൽ ഒരു 5000 ഫീറ്റ് മുതൽ മുകളിലോട്ടുള്ള ഉയരങ്ങളെ നമ്മൾ ഹൈ ആൾട്ടിറ്റ്യൂഡ് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ആൾട്ടിറ്റ്യൂഡ് കൂടുന്നതിനനുസരിച്ച് നമ്മളുടെ അറ്റ്മോസ്ഫിയറിക് പ്രഷർസ്, ഈ മർദ്ദം കുറയുന്നത് കൊണ്ട് അവിടെയുള്ള ഓക്സിജൻ മോളിക്യൂൾസിൻ്റെ എണ്ണം കുറയുന്നു. അങ്ങനെ നമ്മളുടെ അറ്റ്മോസ്ഫിയറിക് എയറിലുള്ള ഓക്സിജൻ്റെ ലെവലും താഴോട്ട് കുറയുന്നു. ഒരു ശരാശരി മനുഷ്യന് ഹെൽത്തി ആയിട്ട് ശ്വസിച്ച് ജീവനോടെ ഇരിക്കണം എന്നുണ്ടെങ്കിൽ ഏറ്റവും കുറഞ്ഞത് ഒരു 20% ഓക്സിജൻ എങ്കിലും നമ്മൾ അറ്റ്മോസ്ഫിയറിൽ വേണം. ഓക്കെ, എന്നാൽ നമ്മൾ ആൾട്ടിറ്റ്യൂഡ് കൂടുന്നതിനനുസരിച്ച് അറ്റ്മോസ്ഫിയറിക് പ്രഷറിൽ ഉണ്ടാകുന്ന കുറവ് കൊണ്ട് എയർ മോളിക്യൂൾസിൻ്റെ എണ്ണം അറ്റ്മോസ്ഫിയറിൽ കുറയുന്നു. അങ്ങനെ ഏകദേശം നമ്മളുടെ സീ ലെവലിലുള്ള ഓക്സിജൻ്റെ 60% ഓക്സിജൻ മാത്രമാണ് കർദുംഗല ഉംലിംഗ്ല റീജിയനിലെല്ലാം നമ്മൾ അറ്റ്മോസ്ഫിയറിക് എയറിലുള്ളത്. ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആക്കുന്നില്ല, സിമ്പിളായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഓക്സിജൻ്റെ പകുതിയാണ് ഹൈ ആൾട്ടിറ്റ്യൂഡിലുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മളുടെ ശരീരത്തിൽ, നിങ്ങൾക്കറിയാം, നമ്മളെ ശരീരം ഫുൾ എനർജറ്റിക് ആയിട്ട് ഓടുന്നത് നമ്മളെ ബ്രെയിനിലേക്ക് ബ്ലഡ് വഴി, ലങ്സ് വഴി ഓക്സിജൻ സപ്ലൈ ചെയ്ത് ഈ ഓക്സിജനാണ് നമ്മളെ എനർജറ്റിക് ആയിട്ട് നിർത്താൻ നിങ്ങൾക്ക് അല്ലേ അറിയാം. ഓക്കെ, അതുപോലെ നമ്മൾ ഈ ആൾട്ടിറ്റ്യൂഡ് കൂടിയ സ്ഥലങ്ങളിലേക്ക് പോകും, നമ്മളുടെ അറ്റ്മോസ്ഫിയറിക് എയറിലുള്ള ഓക്സിജൻ്റെ അളവ് കുറവ് കൊണ്ട് നമ്മളുടെ ബ്ലഡിലും ഓക്സിജൻ്റെ ലെവൽ കുറയും, നമ്മളെ ബ്രെയിനിലും ഓക്സിജൻ്റെ ലെവൽ കുറയും. ഇങ്ങനെ ഓക്സിജൻ ലെവൽ കുറഞ്ഞ കാരണം നമുക്ക് ഉണ്ടാകുന്ന ഒരുപാട് അസ്വസ്ഥതകൾ നമ്മളെ മരണം വരെ കാരണമായേക്കാം. ഇതിനെയാണ് നമ്മൾ ആൾട്ടിറ്റ്യൂഡ് മൗണ്ടെയിൻ സിക്നസ്, AMS എന്ന് പറയുന്നത്. ഇതിൻ്റെ സിംറ്റംസ് വളരെ നോർമലാണ്. തലവേദന വരും, നമുക്ക് ഛർദ്ദിക്കാൻ വരും, നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരും. നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു പേന അങ്ങ് എടുക്കാൻ പോകുമ്പോൾ നമുക്ക് ആ പേനയിലേക്ക് പിടിക്കാൻ പറ്റാത്തൊരവസ്ഥ വരും. അങ്ങനെ ജഡ്ജ്മെൻറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥ വരും നമുക്ക്. ഓക്കെ, പിന്നെ നല്ല രീതിയിലുള്ള ഛർദ്ദിൽ വരും. ഇങ്ങനെ കുറേ പ്രോബ്ലംസ് വന്ന് തലചുറ്റി വീഴാനൊക്കെ ചാൻസ് ഉണ്ട്. മസിൽ സ്ക്രാംസ് വരാൻ ചാൻസ് ഉണ്ട്. പല സിംറ്റംസ് ആണ് നമുക്ക് ഈ AMS കാരണം വരുന്നത്. ഓക്കെ, സോ ഹൈ ആൾട്ടിറ്റ്യൂഡിലേക്ക് പോകുമ്പോൾ ഇങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ആൾട്ടിറ്റ്യൂഡ് കുറഞ്ഞ സ്ഥലത്തേക്ക് ട്രാവൽ ചെയ്യുക എന്നുള്ളതാണ്. എമർജൻസി പർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ ബ്രീത്തബിൾ എയർ, ഒരിക്കലും നമ്മൾ കൊണ്ടു നടക്കുന്നത് ഓക്സിജൻ സിലിണ്ടർ അല്ല എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. ബ്രീത്തബിൾ എയർ ആണ് നമ്മൾ പോർട്ടബിൾ സിലിണ്ടേഴ്സിലോ അല്ലെങ്കിൽ വലിയ സിലിണ്ടേഴ്സിലോ നമ്മൾ അവിടുന്ന് ക്യാരി ചെയ്യുന്നത്. അതെടുത്തിട്ട് ബ്രീത്ത് ചെയ്യുക ആൻഡ് ആൾട്ടിറ്റ്യൂഡ് ഏറ്റവും അവൈലബിലിറ്റി കുറഞ്ഞ സ്ഥലങ്ങളിലേക്ക് നമ്മൾ പെട്ടെന്ന് ട്രാവൽ ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ ഏതൊരു സൊല്യൂഷൻ. അങ്ങനെ ഒരുപാട് പ്രിക്കോഷൻസ് നമ്മൾ ഇതിൽ എടുക്കാനുണ്ട്. ആദ്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് AMSൻ്റെ സിംറ്റംസ് ആണ്. തലേൻ്റെ ഈ ബാക്ക് സൈഡിലായിട്ട് മരത്തിൻ്റെ ഒരു മരപ്പലക കൊണ്ടടിച്ചാലുള്ള പോലത്തെ വേദന, അതാണ് ആദ്യം നമുക്ക് തോന്നുക. പിന്നെ നമുക്ക് തല ചുറ്റുന്നത് പോലെ പെട്ടെന്ന് ഇരുന്ന് എണീക്കുമ്പോൾ നമുക്ക് തല കറങ്ങുന്നത് പോലെ തോന്നും. ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ട് തോന്നും. നമ്മൾ പെട്ടെന്ന് ശ്വാസം എടുക്കും. ഞാനിപ്പോൾ സംസാരിക്കുന്ന അതേ ഒരു ഫ്രീക്വൻസിയിലോ സ്പീഡിലോ നമുക്ക് ആ ഒരു ഏരിയകളിൽ നമുക്ക് സംസാരിക്കാൻ പറ്റില്ല. പെട്ടെന്ന് ശ്വാസം എടുക്കാൻ തോന്നും. നമ്മൾ തല ചുറ്റുന്നത് പോലും ഛർദിൽ വരും. ഛർദിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ കൊളാപ്സ് ആയി എന്നാണ് അർത്ഥം. പിന്നെ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. ഒരുപാട് പൊടിക്കൈകളൊക്കെ ഉണ്ട് നമ്മളുടെ കയ്യിൽ അതിന് വേണ്ടിയിട്ടുള്ള. ബട്ട് നമ്മൾ ബേസിക്കലി ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ അക്ലിമറ്റൈസ്ഡ് ആവുക എന്നുള്ളതാണ്. നമ്മളുടെ റൈഡിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കേരളത്തിൽ നിന്ന്, അതായത് ഒരു 100-200 അടി ഉയരത്തിൽ നിന്നും നമ്മൾ സ്ലോലി ഗ്രാജുവലി ഏകദേശം 15ഓളം ദിവസം എടുത്തിട്ടാണ് നമ്മൾ ഈ 18,000-19,000 അടി ഉയരത്തേക്ക് പോകുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരം സ്ലോലി ഗ്രാജുവലി അക്ലമറ്റൈസ്ഡ് ആയിട്ടുണ്ട്. അക്ലമറ്റൈസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പരിസ്ഥിതിയിലെ ഈ ഒരു കാലാവസ്ഥയും ഈ അറ്റ്മോസ്ഫിയറുമായിട്ട് നമ്മളുടെ ശരീരം ഇഴകിച്ചേരുക എന്നുള്ളൊരു സംഭവമാണ്. അങ്ങനെ നമ്മൾ സ്ലോലി ലേയിലെത്തുന്നത് കൊണ്ട് ഓൾമോസ്റ്റ് നമുക്ക് അക്ലമറ്റൈസേഷൻ ആയിട്ടുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ എല്ലാ റൈഡുകളും
ലേയിലെത്തി വെരി നെക്സ്റ്റ് ഡേ അല്ലെങ്കിൽ ഒരു ദിവസത്തിന് ശേഷം നമ്മൾ നേരെ കർദുങ്കിൽ ഓംലിങ്ങിലെല്ലാം ട്രാവൽ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഫ്ലൈറ്റിൽ വന്ന് ഇറങ്ങുന്ന ആൾക്കാർക്കാണ് AMS പെട്ടെന്ന് അടിക്കാനുള്ള ചാൻസ്. കാരണം നമ്മൾ 0 to 100 ലെവലിൽ നിന്ന് സഡൻലി നമ്മൾ നേരെ പോയിട്ട് 18,000 അടിയിലേക്കാണ് ട്രാവൽ ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് ഭയങ്കര ഈ മൗണ്ടൻ സിക്നസ് എല്ലാം പെട്ടെന്ന് വരാൻ ചാൻസ് ഉണ്ട്. സോ നമ്മൾ സ്ലോലി ബൈക്ക് റൈഡ് ചെയ്ത് ലേയിൽ എത്തുന്നത് കൊണ്ട് തന്നെ നമ്മൾ പാർഷ്യലി അക്ലമറ്റൈസ്ഡ് ആണ്. പിന്നെ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു ദിവസം എല്ലാവരെയും മോണിറ്റർ ചെയ്യും. ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് നോക്കിയിട്ട് എന്തെങ്കിലും തലവേദനയോ അല്ലെങ്കിൽ കിതപ്പോ ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടോ തോന്നുന്ന ആൾക്കാരെ മോണിറ്റർ ചെയ്ത് അവർക്ക് ഡയമോക്സിലിൻ എന്ന് പറഞ്ഞൊരു ടാബ്ലറ്റ് അവൈലബിൾ ആണ്. ആ ടാബ്ലറ്റ് ഒരു ദിവസം 3 എണ്ണം അല്ലെന്നുണ്ടെങ്കിൽ അവരുടെ ഹെൽത്ത് കണ്ടീഷൻ അനുസരിച്ച് ഒരു ദിവസം 2 എണ്ണം എന്ന രീതിയിൽ ടാബ്ലറ്റ്സ് നമ്മൾ സപ്ലൈ ചെയ്യാറുണ്ട്. അവർക്ക് ടാബ്ലറ്റ്സ് നമ്മൾ കൺസ്യൂം ചെയ്യാൻ പറയാറുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു പരിധി വരെ യാതൊരു ബുദ്ധിമുട്ടില്ലാണ്ട് ഈ റൈഡ് കംപ്ലീറ്റ് ചെയ്ത് വരാൻ പറ്റാറുണ്ട്. ഇൻ കേസ് നമുക്ക് AMS സിംറ്റംസ് എന്തെങ്കിലും വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എമർജൻസിക്ക് വേണ്ടിയിട്ട് ബ്രീത്തബിൾ എയറിൻ്റെ സിലിണ്ടേഴ്സും ക്യാരി ചെയ്യുക. സോ ഇങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ ചെയ്താൽ മാത്രമേ നമ്മൾ സുരക്ഷിതമായിട്ട് ലഡാക്ക് പോലത്തെ ഹൈ ആൾട്ടിറ്റ്യൂഡ് ഏരിയാസ് സേഫ്ലി റൈഡ് ചെയ്ത് താഴത്തേക്ക് വരാൻ പറ്റുള്ളൂ. സോ പുതുതായിട്ട് പോകുന്ന ആൾക്കാർക്ക്, ഇതിനെപ്പറ്റി നോളജ് ഇല്ലാത്ത ആൾക്കാർക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. സോ അടുത്ത ഒരു ഇൻഫർമേറ്റീവ് വീഡിയോസിന് വേണ്ടിയിട്ട് കാത്തിരിക്കുക. ടിൽ ദെൻ സൈനിങ് ഔട്ട്, ടീക്ലാൻ റൈഡേഴ്സ്.